പാവപ്പെട്ട വരണുണ്ടെങ്കിൽ നമുക്കൊക്കെ രക്ഷയുള്ളൂ. പണക്കാരെ വരണം കൊണ്ട് നമുക്ക് രക്ഷയില്ല. അൻവർ എവിടെ പിടിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ? ഇന്നത്തെ അവസ്ഥയിൽ അൻവർ ഒന്നും അല്ലാതായിപ്പോയല്ലോ. നിലമ്പൂരിലെ ഒരു കാത്തിരിപ്പ് പുരയിലാണ് ഞാനുള്ളത്. കാത്തിരിപ്പ് പുര എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആളുകളുണ്ട്. നിലമ്പൂരുകാരും കാത്തിരിക്കുകയാണ് അവരുടെ അടുത്ത MLA ആരാണെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും കുറച്ച് ആളുകളുണ്ട്. എന്താ സ്ഥിതി? ഇലക്ഷനൊക്കെയാണ്. ആർക്കായിരിക്കും ഇവിടെ? ഒരു സംശയമല്ല, ബാപ്പുട്ടിയായിരിക്കും. ബാപ്പുട്ടി നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കും. കാരണം 2026 തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് ഒരു കാര്യവുമില്ലാതെ ഈ ജനങ്ങളെയും നാടിൻ്റെ സമ്പത്തും ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതാണ്. ഇത് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനം ഈ നാട്ടിൽ നടത്തിയിരുന്നു. അത് ഒരു 6 മാസത്തേക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴച്ചത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ കൊടർതായ്മയിൽ നിന്നുണ്ടായ ആണ് ഈ ഇലക്ഷൻ. എന്തായിരിക്കും സ്ഥിതി? ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് ജയിക്കും. അപ്പം ഈ അൻവറൊക്കെ കുറേ വോട്ട് പിടിക്കുമോ? അൻവർ എവിടെ പിടിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ? ഇന്നത്തെ അവസ്ഥയിൽ അൻവർ ഒന്നും അല്ലാതായിപ്പോയല്ലോ. ഇവിടെ സ്വരാജ് അനായാസ വിജയം കൈവരിക്കും. എന്താ കാരണം? എന്താ? അതായത് ഇടതുപക്ഷം ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് വേണ്ടിയിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മാത്രം ആണ് അതിന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയാണ് ആര്യാൺ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞാൽ. അപ്പോൾ അത് UDF മൊത്തത്തിലുള്ളതാണ്. അത് അപ്പം പോയി കഴിഞ്ഞാൽ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മരുമകൾ ആ ഒരു അവസ്ഥയാണ്. അതായത് UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒരു പുതിയ നേതൃത്വത്തിന് സാധ്യതയില്ല. അതായത് ഒരു ഭാവിയില്ല. അൻവർ കാലത്ത് വോട്ട് പിടിക്കും. അൻവർ കുറച്ച് പിടിക്കാക്കൂല. ഷൗക്കത്തിൻ്റെ വോട്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണോ? പ്രതീക്ഷിക്കാത്തൊരു തെരഞ്ഞെടുപ്പാണ്. എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ഇവിടെ LDFനാണ് സാധ്യത. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ. കാരണം LDFൻ്റെ സ്ഥാനാർത്ഥി നല്ല ഊർജ്ജസ്വലനായിട്ടുള്ള യുവാക്കൾക്ക് നല്ല ഹരായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ഉണ്ട്, നിലമ്പൂർക്കാരനാണ്. പക്ഷേ എന്തായാലും നല്ല മത്സരമാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുള്ളത്. എന്തായാലും കുറച്ച് ബസ്സിൽ കുറച്ച് ജീവനക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പോകാനൊരുങ്ങുകയാണ്. അൻവർ വോട്ട് പിടിച്ചാൽ സ്വരാജ് എന്തായാലും ജയിച്ചു. അങ്ങനെയാണ്. അൻവർ കൂടി നിൽക്കണേ ആകുമ്പോൾ അൻവർ കുറച്ച് വോട്ട് പിടിക്കും. ആ വോട്ടും കൂടി പിടിച്ചു കഴിഞ്ഞാൽ സ്വരാജ് എന്തായാലും അൻവർ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കടാകട മത്സരം. അപ്പൊ അൻവർ നിൽക്കൂലല്ലോ. അപ്പൊ അൻവർ നിന്നുകൊണ്ട് ത്രികോണ മത്സരമായില്ലേ? അപ്പൊ അൻവർ വോട്ട് പിടിക്കും. അപ്പൊ പാർട്ടി വോട്ട് കിട്ടിയാല് ജയിക്കും ചെയ്യും. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ. നിലമ്പൂരിലെ ഇലക്ഷനിലെ എന്തായിരിക്കും? അപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാലേ നമ്മൾ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കണം എന്നപ്പോൾ നമ്മൾ പറയുന്നത്. എന്താ കാരണം? കാരണം അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം. പിന്നെ അതൊന്നും ജയിച്ചിട്ട് കാര്യമല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ആ പോക്കൊക്കെ. വോട്ട് പിടിക്കുമോ കാര്യമായിട്ട്? അത് തോന്നുന്നില്ല കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് ഉണ്ടായത്. അപ്പോൾ ഷൗക്കത്തൊക്കെ ജയിക്കാൻ നോക്കാം നമുക്ക്, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഞാൻ അയക്കെ വോട്ട് ചെയ്തത്തോളം അയക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വിജയസാധ്യത അയാൾ തന്നെ, അല്ലാതെ സ്വരാജ്. കാരണത്തിൻ്റെ അല്ല, കാരണം നല്ല സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ. അൻവർ ആവശ്യമില്ലാണ്ടാക്കി തിരഞ്ഞെടുപ്പുള്ളത്. സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ പകുതി ജയിച്ച് കിടക്കുകയാണ്. ബാക്കി ഇനി ഞങ്ങൾ 23-ാം തീയതി ആഘോഷിക്കും. അൻവറിന് ഒരു 5000-ൻ്റെ ഉള്ളിൽ വോട്ട് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മളെ കാഴ്ചപ്പാടിൽ ആര്യാടൻ ജയിച്ചു എന്നാണ്. അൻവറിൻ്റെ അവസ്ഥ നമുക്കറിയില്ല. പിടിക്കൂല ഒന്നും അറിയില്ല. ഷൗക്കത്ത് ജയിക്കുന്നാണ് തോന്നുന്നത്. ഉറപ്പൊന്നും പറയണില്ല, നമ്മൾ വിജയിക്കാറ്. ബൈ ഇലക്ഷനിൽ സ്വരാജ് വിജയിക്കും. അതിൻ്റെ പ്രധാന കാരണം 9 വർഷമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണം, ലൈഫ്, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ പൊതുമരാമത്ത് എല്ലാ വകുപ്പ് മേഖലകളിലും നല്ല നേട്ടം കൈവരിക്കാൻ പിണറായി സർക്കാരിനെ സ്കൂളുകളൊക്കെ ഹൈടെക്കായി. അത് മാത്രം മതി. പിന്നെ അൻവറിൻ്റെ വഞ്ചനയ്ക്കെതിരെ
നിലമ്പൂർ മണ്ഡലം ശക്തമായിട്ട് പ്രതികരിക്കും. സ്വരാജ് സുഖസുന്ദരമായിട്ട് ജയിക്കും. സ്വരാജ് തന്നെ നമ്മളെ സ്വരാജ് ജയിക്കും. എൻ്റെ പേരക്കുട്ടീൻ്റെ ഒപ്പം പഠിച്ചതാണ് ചുങ്കത്തറ. ജയിക്കും. ഓൻ ജയിക്കാതെ പോകാൻ. ഓൻ ജയിച്ചാലേ നമ്മൾ മറ്റതൊക്കെ എന്താന്ന് ഒക്കെ താൽക്കാലിക കസേര കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ അതിൽ കയറി നമ്മളെയൊന്നും അറിയില്ല. പാവപ്പെട്ട വരണുണ്ടെങ്കിൽ നമുക്കൊക്കെ രക്ഷയുള്ളൂ. പണക്കാരെ വരണം കൊണ്ട് നമുക്ക് രക്ഷയില്ല. നല്ല വോട്ട് ജയിക്കും അല്ലേ? നല്ല വോട്ട് കിട്ടും അല്ലേ? ഞാൻ പ്രവർത്തകനാണ്. മഹിളേൻ്റെ ഏരിയ കമ്മിറ്റി അങ്ങായിരുന്നു. പിന്നെ കർഷക തൊഴിലാളിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അങ്ങായി. ഇപ്പോഴും ഉന്നയിക്കാൻ വൈക്കെങ്കിൽ പ്രവർത്തിക്കും. അപ്പം ഇങ്ങനെ തുടങ്ങാൻ പോവുക. ഇവർ വന്നു പോയിട്ട് വേണം വിചാരിച്ചിട്ടാ. 7-ാം തീയതി വരും തോന്നുന്നു. പേപ്പറിൽ കണ്ടു 7-ാം തീയതി അമരമ്പലം ഇപ്പോൾ വരുമായിരിക്കും ഈ ഭാഗത്തേക്ക്. നടക്കാൻ വയ്യ, എന്നാലും വഹിക്കുമ്പോൾ കാലം കൊണ്ട് വയ്യ. ഈ ഒരു ഭാഗം രക്തോട്ടം കമ്മിയാണ്. ഈ കാല് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഞരമ്പ് വഴുത്തതാണ്. ഈ തലേൻ്റെ ഞരമ്പ് വഴുത്താണ്. ചിലപ്പോൾ പറ്റടയും, ചിലപ്പോൾ തുറക്കും. 4 പ്രവർത്തനം ഒഴിവാക്കില്ല. എന്തായാലും നിലമ്പൂരുകാരുടെ കാത്തിരിപ്പ് 23-ാം തീയതി അവസാനിക്കും. ആവേശകരമായ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.